കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയ ചാണ്ടിയുമ്മന്റെ ലക്ഷ്യമെന്ത്? ഇരുമുടിക്കെട്ടുമായി മലചവിട്ടി ശരണം വിളിയോടെ 18-ാം പടി കയറിയ ചാണ്ടിയുമ്മൻ MLA നസ്രാണികളും ബന്ധക്കോസുകാരുമെല്ലാം മത്സരിച്ചിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓർത്തഡോക്സുകാരനായ ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് എന്ന് കൽപ്പിച്ച യഹോവയുടെ അനുയായിയായ വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലിയിരുന്ന മദ്ബഹയിൽ ശുശ്രൂഷകൻ വരെയായിരുന്ന ചാണ്ടിയുമ്മൻ 25 നോയമ്പ് സമയത്ത് തന്നെ വൃശ്ചികം 1-ന് മാലയിട്ട് വ്രതം നോറ്റ് മലചവിട്ടിയതൊട്ടും ശരിയായില്ല എന്നാണ് അവർ വാദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഷർട്ടുമൂരി കുറിയും തൊട്ട് ക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ അത് വെറും ഇലക്ഷൻ ഗിമ്മിക്കാണെന്നാണ് അച്ചായന്മാർ കരുതിയത്. എന്നാൽ ഇരുമുടിക്കെട്ടുമേന്തി ശരണം വിളിച്ചുള്ള ഈ കരിമല കയറ്റവും അതിനുശേഷം നടത്തിയ ബൈറ്റുമെല്ലാം അതികഠിനം പൊന്നയ്യപ്പ എന്നാണ് അവർ പറയുന്നത്. സങ്കടമോചകനായ അയ്യന്റെ സന്നിധിയിൽ ഉള്ളിലെ സങ്കടക്കടലെല്ലാം ഇറക്കി വെച്ച് വന്നു നിന്ന ചാണ്ടിയുമ്മനോട് ഒരു മാപ്ര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്നായിരുന്നു പ്രതികരണം. വാർത്ത കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, പിന്നെ അതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കും, എന്നാലും എൻ്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്താൻ തുടങ്ങി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കൂടുതലൊന്നും പറയുന്നില്ല. സങ്കടമോചകനല്ലേ അയ്യപ്പസ്വാമി, എല്ലാം അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലാ എന്ന് ചാണ്ടിയുമ്മൻ മറുപടിയും പറഞ്ഞു. മല കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? രണ്ടാമത് പ്രാവശ്യമാണ് മല കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ വിടുന്നില്ല, ഞാൻ അറിയിക്കാതെയാ. എന്താ പ്രാർത്ഥിച്ചത്? ഒന്നും പറയുന്നില്ല. എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിൽ വളച്ചൊടിക്കും ഇല്ലേ? അത് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചൂടെ കഠിനമായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എടുത്തു. ഈ പ്രാവശ്യം അത്രയും എടുത്തില്ല. തിരക്ക് ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു 5:30 കഴിഞ്ഞു. നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇച്ചിരി താമസിച്ച് വന്നേ. പക്ഷെ നിങ്ങൾ ഒഴിവാകുന്ന ലക്ഷണമില്ല. അതെ, അവരെടുത്തിട്ടുണ്ട് 2 അറേഞ്ച്മെന്റ്സ് എങ്ങനെയുണ്ട് ഇവിടത്തെ? അല്ല, അത് ഭക്തജനങ്ങളാണ് കൂടുതൽ. അവരാണ് ഇവിടെ താമസിക്കുന്നവരെ, വരുന്നവരും പോകുന്നവരെ ഇച്ചൂടെ എഫക്റ്റീവ്ലി പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയട്ടെ. ഔട്ട്റീച്ച് സെല്ലിന്റെ ദേശീയ ചെയർമാൻ എന്ന പദവി ലഭിച്ചു. പെർഫോമൻസ് മോശമായതുകൊണ്ട് അത് പോയി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി മത്സരിക്കുവാൻ ചാണ്ടിയുമ്മന് അവസരം ലഭിച്ചു. മത്സരിച്ചു, വിജയിച്ചു. പിന്നെ ഇതിനും മാത്രം സങ്കടപ്പെടുവാൻ എന്താണ് കാരണമെന്ന് അറിവില്ല. ചില യൂട്യൂബ് ചാനലുകളടക്കം ഉമ്മൻചാണ്ടിയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ ആരുമില്ലാതിരുന്ന സമയം മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ ഒപ്പം നിന്ന് സഹായിച്ചു, കൂടെ നിന്നു. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ഉദ്ഘാടനത്തിന് പിണറായി വിജയനെ വിളിച്ചപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ മകന് അർഹമായ പരിഗണന ലഭിക്കണം, അവസരം ലഭിക്കണം, ആ കുടുംബം അത് അർഹിക്കുന്നു എന്ന ലക്ഷ്യത്തിലാണ് i2 ന്യൂസ് ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തത്. ഒരവസരം വീണ് കിട്ടിയാൽ പിടിച്ചു കയറുക, കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് വരിക എന്നത് പിന്നീട് അവനവൻ്റെ ചുമതലയാണ്. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ആൻ ആക്ഷൻ എന്നാണല്ലോ പറയാറ്. എന്നാൽ ചാണ്ടിയുമ്മൻ്റെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം വളരെ നിരാശാജനകമായിരുന്നു എന്ന് തന്നെ പറയണം. എടുത്ത പല നിലപാടുകളും അപക്വമായിരുന്നു. താനൊരു സേഫ് സോണിലായി എന്ന ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ എന്നറിയില്ല, മട്ടും ഭാവവും എല്ലാം മാറിപ്പോയി. കാണിക്കുന്നതെല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 10 പൈസ കുറവുള്ള പോലെയുള്ള പ്രവർത്തനങ്ങൾ. ചാണ്ടിയുമ്മൻ്റെ ഗ്രാഫ് ഓരോ ദിവസവും കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ ചട്ടുകമായി പാലക്കാട് തനിക്ക് പ്രവർത്തിക്കുവാൻ അവസരം നൽകാത്തതിൽ അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കി മാറ്റിയത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുവരെ പാർട്ടി ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന ആ വൈബ് കളഞ്ഞത്, അതോടെ ഉണ്ടായിരുന്ന വിലയും കളഞ്ഞു കുളിച്ചു. അതിൻ്റെ ക്ഷീണം മാറും മുമ്പേ ഇപ്പോൾ ഇതാ അടുത്ത വിവാദത്തിലും വീണു കഴിഞ്ഞു. ശബരിമലയിൽ പോയതിനെയോ അയ്യപ്പനെ വണങ്ങിയതിലെയോ തെറ്റും ശരിയുമല്ല ഞങ്ങളിവിടെ അപഗ്രഥിക്കുന്നത്. ഈ ചിന്താഗതിയിലേക്ക് ചാണ്ടിയുമ്മനെ നയിച്ച ഘടകം എന്താണ് എന്നാണ്.
പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ എന്ന സൈക്കിൾ അഗർബത്തിയുടെ പരസ്യവാചകം പോലെ ശബരിമലയിൽ പോകുവാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. ഇതൊരു സന്ദേശമാണ്. ആർക്ക്? BJPക്ക്. എന്തിന്? സാധാരണ പവർ പൊളിറ്റിക്സിന്റെ ബൈ പ്രോഡക്റ്റായ രാഷ്ട്രീയ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വാരിക്കൊണ്ടുപോയി ഏതെങ്കിലും തന്ത്രപ്രധാനമായ സ്ഥാനത്ത് വെക്കുകയും ഒടുവിൽ നാണം കെടുകയും ചെയ്യുന്നത് അവരാണല്ലോ. ഞാൻ കുടുക്കയും എടുത്ത് കെട്ടും കെട്ടി ശരണവും വിളിച്ച് പുറപ്പെട്ടു കഴിഞ്ഞു, വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ് എന്ന്. ചാണ്ടി ഉമ്മൻ 2 കൊല്ലം മുമ്പും ഇതുപോലൊരു കെട്ട് കെട്ടിയിരുന്നു. അന്ന് ഇത്രയും വലിയ റീച്ച് കിട്ടിയില്ല, ചർച്ച ആയില്ല എന്ന് മാത്രം. അന്നും രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരുന്നപ്പോഴാണ്. സർവത്ര ചവിട്ട്. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകുവാൻ പോലും പറ്റുമോ എന്നറിയുവാൻ പാടില്ലാത്ത സമയം. അന്ന് സമാന ദുഃഖിതനായ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അന്തപ്പന്റെ മകൻ മന്തപ്പൻ. മന്തപ്പന്റെ BJPയിലേക്കുള്ള പോക്കിനെ അന്ന് ചാണ്ടി ഉമ്മൻ അനുകൂലിച്ചിരുന്നു, പക്ഷേ പോയില്ല എന്ന് മാത്രം. അന്നും ഒരു അഭ്യൂഹമുണ്ടായിരുന്നു ചാണ്ടി ഉമ്മനും BJPയിലേക്ക് എന്ന്. എന്നാൽ ഇന്ന് കാര്യമായി വിളിച്ചാൽ ചാണ്ടി ഉമ്മൻ പാട്ടും പാടി ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു സിഗ്നലാണെന്ന്. ഇതിൽ പരം നല്ലൊരു സിഗ്നൽ നൽകാനില്ല. ഹൈന്ദവ സമൂഹം അതിനെ ഏറ്റെടുക്കുമെന്നുറപ്പാണ്. പക്ഷേ നിഴലിനെ പോലും പേടിക്കുന്ന KJP കണിച്ചുകുളങ്ങര സഖ്യം അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ ചാണ്ടിയെ എടുക്കും എന്ന് കണ്ടറിയണം. കാരണം സുരേന്ദ്രന്റെ ഭാവി പോലും സുരേന്ദ്രൻ അറിയില്ല. ഇതിനു മുമ്പ് കൊണ്ടുപോയതെല്ലാം ബാധ്യതയുമായി മാറിക്കഴിഞ്ഞു. ചാണ്ടിയുമ്മനെയും തെറ്റി പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ ഭാവിയാണ് വലുത്. അപ്പന് തഴമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി അതൊട്ട് വിലപ്പോകത്തുമില്ല. അതുകൊണ്ടാണ് നിൽക്കണോ പോണോ എന്ന സിഗ്നൽ ഇടുന്നത്. പോവുകയാണെങ്കിൽ ഇന്ന് ആ വണ്ടിക്കൂലിയും കൂടി പിടിച്ചോ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട്. കാരണം ക്യൂവിൽ അവസരം കാത്ത് ധാരാളം മിടുക്കന്മാർ കാത്തു നിൽപ്പുണ്ട്. പുതുപ്പള്ളിയിൽ കൂടെ നിൽക്കുന്നവർ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു, അടുത്ത തവണ തോൽക്കിന്റെ പേര് മാറി ഇത്തവണ ജയിക്കുന്നാകുമെന്ന്, ചണ്ടിപ്പരുവം ആകുമെന്ന്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഇനിയൊരു സാധ്യത ഇല്ല എന്ന ആ തോന്നൽ. മറ്റൊരു തലവേദന, കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ പാര. അത് ഏത് രൂപത്തിൽ വരുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ കോൺഗ്രസിലെ യുവനേതാക്കളുമായി ഉണ്ടായ മാനസികമായ ആ അകൽച്ച, അവർ ഇപ്പോൾ ഇദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ചാണ്ടിയുമ്മന്റെ പരാമർശങ്ങളെല്ലാം മുറിവേൽപ്പിച്ചത് VD സതീശനെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഭാവിച്ചില്ലെങ്കിൽ കൂടി, അതുകൊണ്ട് തന്നെ പണിയുവാൻ ഒരു അവസരം കിട്ടിയാൽ എപ്പം പണി കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ തനിക്കൊരു കീ പോസ്റ്റ് സമീപഭാവിയിൽ പാർട്ടിയിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവ്. അപ്പോൾ പിന്നെ എന്താണ് ഒരു പോംവഴിയുണ്ട്. മഹാരാജ് ഭവന്റെ റൂട്ടിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോവുക, കാവിഷെട്ടുകാരെ കണ്ടാൽ കൂട്ടി ഒരു വിളി നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക, ശിവഗിരി മഠത്തിൽ പോവുക, സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുക, സനാതന ധർമ്മ പരിപാലനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുക, പറ്റിയാൽ വർഷത്തിലൊരിക്കൽ ഇതുപോലെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോവുക, എന്നിട്ട് നീട്ടിയൊരു ശരണവും വിളിക്കുക, സ്വാമിയേ ശരണമയ്യപ്പ. ചിലപ്പോൾ ഒത്താലോ ആരെങ്കിലും വിളിച്ചാലോ എതിലെയാണ് അവസരം വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.